സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പില്ലാതെ BJP. ഒരു സീറ്റിലും വിജയം ഉറപ്പിക്കാനാവില്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. നേമത്തും കഴക്കൂട്ടത്തും വിജയം ഉറപ്പില്ല എന്നും കോർ കമ്മിറ്റി കണക്കുകൂട്ടുന്നു. പാലക്കാട് വോട്ടിന് പണം നൽകിയത് മറ്റു മണ്ഡലങ്ങളിലും തിരിച്ചടിയായി. രമേശ് പിഷാരടിയെ മൂത്താന്തറയിൽ തടഞ്ഞതും പാർട്ടിക്ക് ക്ഷീണം ചെയ്തുവെന്നും വിലയിരുത്തലുണ്ട്. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷുക്കൂർ, BJP ഇത്തവണ 1 അല്ല 2 അല്ല 5 സീറ്റ് വരെ പ്രതീക്ഷിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തെത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള വിലയിരുത്തലാണോ ഉള്ളത്? നൗഫൽ, പാലക്കാട്, മഞ്ചേശ്വരം, നേമം, കഴക്കൂട്ടം ഈ സീറ്റുകളിലെങ്കിലും വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഒരിടത്തും വിജയം ഉറപ്പിക്കാനാകില്ല എന്നൊരു വിലയിരുത്തലാണ് നടത്തിയത്. അതേസമയം മാധ്യമങ്ങളോട് അവർ വിശദീകരിച്ചത്, അതായത് അനൌദ്യോഗികമായി വിശദീകരിച്ച് 11 സീറ്റുകളിൽ വരെ വിജയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ BJP പ്രാഥമികമായി അവർക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരമുള്ള അവരുടെ വിലയിരുത്തൽ ഒരു സീറ്റിലും നിലവിൽ വിജയ സാധ്യത ഇല്ല എന്നുള്ളതാണ്. നേമവും കഴക്കൂട്ടവും വിജയിക്കുമെന്നൊരു പ്രതീക്ഷ അവസാനം വരെ അവർ വെച്ചു പുലർത്തി. എന്നാൽ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പിന് ശേഷം അത് കണക്കുകൾ പരിശോധിച്ചപ്പോൾ അവിടെയും വിജയിക്കാനാവുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തിയത്. ഇനി അസാധാരണമായ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തലായി ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇപ്പോഴും ഈ തവണയും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആനമൊട്ടയാണ് എന്നുള്ളത് വലിയ സന്തോഷം. സംഘപരിവാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തില് ഈ ജനം എന്ന് പറയുന്നത്, നിങ്ങൾ പണമൊഴുക്കാത്ത മണ്ഡലങ്ങളില്ല. എന്തിനധികം പൂഞ്ഞാറിലെ ചെറ്റ PC ജോർജ് അടക്കം, ഈരാറ്റുപേട്ടയിൽ പണമെടുങ്ങിയിട്ടുണ്ട്. അതാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത്, അമിത്ഷായോട് എന്ത് പറയും? അമിത്ഷായോട് എന്ത് പറയാൻ? പണം അവിടുന്ന് എണ്ണി വാങ്ങിയതാ, അതിനുള്ള കണക്ക് പറയണം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് BJPയുടെ വിലയിരുത്തലാ. ഇന്നലെ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ CPM ഒരു വിലയിരുത്തൽ എന്താണ്? മഞ്ചേശ്വരത്ത് BJP ജയിക്കില്ല, എന്നാൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ BJP ജയിക്കും എന്ന് ആര് വിലയിരുത്തുന്നു? CPM വിലയിരുത്തുന്നു. എടോ സഖാക്കളെ, നിങ്ങൾക്കൊരു പണിയുമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ BJP വിജയിക്കുമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് കൂട്ടുന്നത്? അപ്പോൾ BJP ജയിക്കണം, സംഘപരിവാറിന് സീറ്റ് ഉണ്ടാവണം, ജനപ്രതിനിധികൾ ഉണ്ടാവണം എന്നുള്ളത് സംഘപരിവാറിനേക്കാളും വലിയ ആഗ്രഹം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് ഈ പറയുന്ന CPM എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇപ്പം കാസർഗോഡ് വിജയിക്കും എന്ന് അവർ വിലയിരുത്താനുള്ള കാരണം എന്താണെന്നറിയോ? കാസർഗോഡ് CPM വിജയിക്കുമെന്നല്ല CPM വിലയിരുത്തുന്നത്, മറിച്ച് കാസർഗോഡ് BJP വിജയിക്കുമെന്ന് CPM വിലയിരുത്താനുള്ള കാരണം എന്താ അറിയോ? കാസർഗോഡ് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് സിറ്റിംഗ് സീറ്റ് ആരുടേതാ? UDFൻ്റെതാണ്. മുസ്ലിം ലീഗിൻ്റെ MLA വിജയിച്ച് കയറുന്ന മണ്ഡലം. അവിടെ CPM വിലയിരുത്തുന്നു BJP വിജയിക്കുമെന്ന്. എന്താണ് കാരണമെന്നറിയോ? അവിടെ CPM സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ഒരു ഷാനവാസ് പാദൂരാണ്. ഈ ഷാനവാസ് പാദൂരിൻ്റെ അളിയൻ, ഷാനവാസ് പാദൂരിൻ്റെ ബ്രദറിൻലോ, വളരെ കൃത്യമായിട്ട് ഷാനവാസ് പാദൂരിൻ്റെ ബ്രദറിൻലോ BJPയുമായിട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരികയാണ്. എന്തിനാ? CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ബ്രദറിൻലോ ചർച്ചകൾ നടത്തുക BJP നേതൃത്വവുമായിട്ട്. അങ്ങനെ ചർച്ചകൾ നടത്തിയിട്ട് BJPയെ വിജയിപ്പിക്കുവാനുള്ള പണികളൊക്കെ CPMകാർ നടത്തുക. CPMകാർ എന്ന് പറഞ്ഞാൽ CPMൻ്റെ സ്ഥാനാർത്ഥി അടക്കം അയാൾ വിജയിക്കാൻ വേണ്ടിയല്ല മത്സരിച്ചിരിക്കുന്നത്, മറിച്ച് BJPയെ വിജയിപ്പിക്കാൻ, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് CPM സ്ഥാനാർത്ഥി വരെ ആഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാസർഗോഡ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ CPMൻ്റെ വിലയിരുത്തലൊക്കെ അവിടെ നിൽക്കട്ടെ. CPMൻ്റെ വിലയിരുത്തലല്ലോ ജനങ്ങളുടെ വിലയിരുത്തൽ. ജനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ജനം
ഒരു തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് കല്ലട്ര മായിൻ ഹാജി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, സഖാക്കളുടെ ഒരു ഉത്സാഹം നോക്കണം നിങ്ങൾ. സംഘപരിവാറിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് അത്രയും സഖാക്കളാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്. സംഘപരിവാർ ഒരു ഭാഗത്ത് ആശയപരമായിട്ടും ആദർശപരമായിട്ടും ഒരു രീതിയിലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് സംഘപരിവാർ പണമൊരുക്കിയത്. കേരളത്തിൽ ഹവാല മണി ചാക്കുകെട്ടുകളിൽ കൊണ്ടുവന്ന് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സംഘപരിവാർ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഏർപ്പാടിൽ ഏർപ്പെട്ട സംഘപരിവാർ. അതാണ് നമ്മൾ പാലക്കാട് കണ്ടത്, അതാണ് നമ്മൾ ഈരാറ്റുപേട്ടയിൽ കണ്ടത്, അതാണ് നമ്മൾ നേമത്ത് കണ്ടത്, അതാണ് നമ്മൾ കഴക്കൂട്ടത്ത് കണ്ടത്, അതാണ് നമ്മൾ മണലൂരിൽ കണ്ടത്, അതാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. പക്ഷേ സംഘപരിവാറിന് ഒരു ബോധ്യം, ഒരു തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായി. എന്താ തിരിച്ചറിവ്? അത് ഈ ജനതയെ പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അത് സംഘപരിവാറിനുണ്ട്. എന്നിട്ടും ഡീലുണ്ടാക്കിയ ആളുകൾ, ഡീല് CPM-ഉം RSS-ഉമായിട്ടാ. അപ്പോൾ ഈ ഡീലുണ്ടാക്കിയ ആളുകൾ എന്നിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തു, ഞങ്ങൾ എല്ലുമുറിയ പണിയെടുത്തു എന്ന് RSS-നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില വിലയിരുത്തലുകളും ചില നിരീക്ഷണങ്ങളും നടത്തുകയാണ്. അതെന്തിനാ? അത് റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ 8 നിലയിൽ പൊട്ടുമ്പോൾ RSS-ന് മുന്നിൽ പറയാനൊരു കാരണം വേണമല്ലേ? അല്ലെങ്കിൽ RSS-ന് അതിന് മുൻപ് ബോധ്യപ്പെടുത്തുക, ഞങ്ങൾ 8 നിലയിൽ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്, എല്ല് മുറിയെ പണിയെടുത്തിട്ടുണ്ട്, നായ നയിക്കും പോലെ ഞങ്ങൾ നയിച്ചിട്ടുണ്ട് എന്ന് RSS-നെ ബോധ്യപ്പെടുത്തുക. തോൽവിയാണ് ഫലമെങ്കിലും അതിന് മുൻപ് ഒരു അഡ്വാൻസ് ആയിട്ട് ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തരാതരം CPM നടത്തിയ ഡീലാണ്. അത് മഞ്ചേശ്വരത്തും കാസർഗോഡും നേമത്തും കഴക്കൂട്ടത്തും പാലക്കാട്ടും ഒക്കെ ഈ ഡീലുണ്ടാക്കിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പാലക്കാട്ട് CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? NMR റസാക്ക്. ഇതേ കാസർഗോഡ് ഇവരുടെ സ്ഥാനാർത്ഥി ആരാ ഇവരുടെ സ്ഥാനാർത്ഥി? കാസർഗോഡ് സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂര്. എന്തിനാ ഇത്? കാരണം ഇവിടങ്ങളിൽ UDF വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. ആ UDF വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളെ നിർത്തുക. മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കാരൻ ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായി ആ രീതിയിലുള്ള എന്തെങ്കിലും സ്വാധീനവും ഈ ബിസിനസ്സും ഈ നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള ആളുകളെ വെച്ച് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കി അതിലൂടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് UDF-ന് പോകുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന് വേണ്ടി പണിയെടുത്തതാരാ? CPM-കാരാണ്, സഖാക്കളാണ്. സംഘപരിവാർ പണിയൊന്നും എടുത്തിട്ടില്ല. സംഘപരിവാർ ഡൽഹിയിൽ നിന്ന് വന്ന ഹവാല മണി പകുതിയിലേറെ അവർ നക്കുകയും കുറച്ചൊക്കെ അവിടെ ഇവിടെയും കൊടുക്കുകയാണ് ചെയ്തത്. കാരണം സംഘപരിവാറിന് അറിയായിരുന്നു ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നല്ല ബോധ്യമുള്ളതാ, ഈ പണം കൊടുക്കുമ്പോൾ ഈ കൊടുത്ത ആളുകളൊക്കെ വാങ്ങിയ ആളുകളൊക്കെ വോട്ട് ചെയ്യില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ അറിയുന്നതാ. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആ പണം മൊത്തം വിതരണം ചെയ്യാതെ അതിൽ നിന്ന് തൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി പലർക്കും ആ പണം ഉപയോഗിച്ചത്. ഇത് ഈ ഹവാല മണി. മനസ്സിലായില്ലേ? ആ ഹവാല മണി ഇപ്പം ദല്ലാൽ നന്ദകുമാറിന് 10 ലക്ഷം ഏപ്രിൽ 7-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ഏപ്രിൽ 7-ാം തീയതി ആ പണം ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിന് 10 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തത് കടമായിട്ട് വാങ്ങിയതല്ല, ഒരു ബിസിനസ് ഡീലായിട്ട് വാങ്ങിയതാ. ബിസിനസ് പാളിപ്പോയി. അപ്പോൾ ആ പണം തിരിച്ചു കൊടുക്കണമല്ലോ. ആ പണം തിരിച്ചു കൊടുത്തത് ഈ ഹവാല മണിയിൽ നിന്നാണ്. അങ്ങനെ
കടങ്ങളൊക്കെ വീട്ടിയിട്ട് ബാക്കിയുള്ള പണമാണ് ഏപ്രിൽ 8-ാം തീയതി വിതരണം ചെയ്യാൻ, നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് വീടുകൾ കയറി വിതരണം ചെയ്യാൻ ആ പണവുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അധികാരം കിട്ടിയില്ലെങ്കിലും ഒരു ലാഭക്കച്ചവട, പഴയ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ പാലക്കാട്ടൊക്കെ ഇവർ ചെയ്ത അതിക്രമം എന്താ? ഒരു കൗൺസിലർ, ഒരു നഗരസഭയിലെ ഒരു കൗൺസിലർ വടക്കാന്തറയിൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയെ തടയാണ്. അത് വളരെ പ്ലാനിട്ട് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു, അത് ഒരു നാടകമായിരുന്നു അത്. കാരണം തടയാൻ വന്നത് അത്രയും സ്ത്രീകളാണ്. കാരണം സ്ത്രീകളാകുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവരാരും പ്രതികരിക്കൂല. 1, 2 പ്രതികരിച്ചാൽ അത് മറ്റൊരായുധമായി മാറുകയും ചെയ്യും. എങ്ങനെ നോക്കിയാലും 2 അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലിന് പുറത്താണ് ഈ സ്ത്രീകളെ ഇറക്കിയിട്ട് വടക്കാന്തറയിൽ രമേശ് പിഷാരടിയെ തടഞ്ഞത്. പക്ഷേ രമേശ് പിഷാരടി എന്ന് പറയുന്ന അഗ്രഗണ്യനായ സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരൻ, അയാൾ വളരെ കൃത്യമായി വളരെ വലിയ ഒരു രാഷ്ട്രീയ അനുഭവമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പക്വത അവിടെ കാണിച്ചു. അതൊക്കെ പിഷാരടിക്ക് അനുകൂലമായ വോട്ടാവുകയും ചെയ്തു പാലക്കാട്ട് എന്നുള്ളതാ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ആനമുട്ടയാണ് ഈ തവണയും സംഘപരിവാറിൻ്റെ സമ്പാദ്യം. പിന്നെ സംഘപരിവാറിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച്, അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സാമ്പത്തികമായ ഒരു നേട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് കടം തീർക്കാൻ, മറ്റുള്ള ചില ആളുകൾക്ക് പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് സാധിച്ചു. ഹവാല മണി എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പണമിടപാടിലൂടെ, കള്ളപ്പണത്തിലൂടെ, ഹവാല മണിയിലൂടെ, തീവ്രവാദ ബന്ധത്തിലുള്ള പണത്തിലൂടെ, രാജ്യദ്രോഹമായ പ്രവൃത്തിയിലൂടെ അവർക്കതിന് സാധിച്ചു. പക്ഷേ എന്താണ്, ഇവരാണ് നമ്മുടെ നാട്ടിൽ ആര്? രാജ്യസ്നേഹികൾ. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് തീവ്രവാദിയെന്നും വർഗീയവാദിയെന്നും രാജ്യദ്രോഹിയെന്നും ദേശവിരുദ്ധനെന്നും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉപജ്ഞേതാക്കളായിട്ടുള്ള സംഘപരിവാർ അവരുടെ തനി നിറം ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു എന്നുള്ളത് മാത്രമാണ്. അത് കേരളത്തിലായതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തെളിവുകളടക്കം ഈ സമൂഹം തന്നെ അത് പുകഴ്ച് പുറത്ത് ചാടിച്ചു എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ വിജയിപ്പിക്കണം എന്നുള്ളത് ആഗ്രഹവും അജണ്ടയും പദ്ധതിയും പ്ലാനും ഒക്കെ CPMൻ്റെതായിരുന്നു, സഖാക്കളുടേതായിരുന്നു. അവരാണ് അതിനുവേണ്ടി പണിയെടുത്തതും എന്നുള്ളതാണ്.